ജീവൻ ടി വിയിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഐക്കൺസ് ഓഫ് അറേബ്യ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാനിന്ന് ദുബായിലാണ്. ദുബായിലെ അവീർ എന്ന ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റിലാണ്. വളരെ പ്രശസ്തമായ ഒരു സ്ഥലമാണ് UAE-യിലെ. ഫ്രൂട്ട്സിനും വെജിറ്റബിളിനും വളരെ പേരുകെട്ട ഒരു വലിയൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയൽ ഹബ്ബാണ് അവീർ എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ സൽക്കാരത്തിൻ്റെ നാടായ കോഴിക്കോട് ജില്ലയിലെ കുറ്റിച്ചിറ എന്ന പ്രദേശത്ത് നിന്നും ഏതാണ്ട് 44 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാസ ജീവിതം ആരംഭിച്ച ഖലീലുർ റഹ്മാനാണ് ഇന്ന് നമ്മുടെ അതിഥി. അദ്ദേഹം ഇന്ന് ഫ്രഷ് ഫ്രൂട്ട്സ് കമ്പനിയുടെ എയർ ഷിപ്മെൻ്റ് മാനേജറാണ്. അദ്ദേഹത്തിൻ്റെ 21 വർഷക്കാലത്തെ ഈ ഒരു ഏരിയയിലെ ആ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചും 44 വർഷത്തെ പ്രവാസ ജീവിതത്തെക്കുറിച്ചും നമ്മളോട് വിശദീകരിക്കുകയാണ്. അതിനു മുമ്പ് ശ്രീ ഖലീലുർ റഹ്മാനെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമസ്കാരം. കോഴിക്കോട് കുറ്റിച്ചിറ, അവിടെയാണ് ജനിച്ചത്. പിതാവിന് എന്ത് ജോലിയായിരുന്നു? പിതാവ് ടിമ്പറിൻ്റെ ഏർപ്പാടായിരുന്നു. ടിമ്പർ മർച്ചന്റ്. ടിമ്പർ മർച്ചൻ്റ് ആയിരുന്നില്ല, പുള്ളി ഒരു സോമിലിൻ്റെ മാനേജറായിരുന്നു. എത്രാമത്തെ ഉണ്ണിക്കമ്മു സോമിൽ എന്നറിയും. അന്നത്തെ പഴയകാലത്തെ പേരുകെട്ട ഒരു സോമിലായിരുന്നു. അവിടെ അതിൻ്റെ ഇൻചാർജായിരുന്നു പുള്ളി. എത്രാമത്തെ മകനായിരുന്നു? മൂത്ത മകനാണ്. മൂത്ത. ബാക്കി താഴെ 10 പേരെ ഞങ്ങൾ. വലിയൊരു കുടുംബം. അന്നത്തെ കാലത്ത് 5 പെൺമക്കളും 5 ആൺമക്കളും. സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ കുറ്റിച്ചിറയിൽ തന്നെയായിരുന്നു? കുറ്റിച്ചിറ. സ്കൂൾ വിദ്യാഭ്യാസം ഇവിടെ പരപ്പിലുണ്ട് ഒരു MMI സ്കൂൾ. അവിടെ തന്നെ 10 വർഷം പഠിച്ചു. പിന്നെ അവിടുന്ന് അത് പാസ്സായി കഴിഞ്ഞതിന് ശേഷം എനിക്ക് അന്ന് പഠിക്കാനൊന്നും താല്പര്യമുണ്ട്. സ്കൂളിൽ ഫസ്റ്റായിരുന്നു. പക്ഷേ എങ്കിൽ കൂടി ഫൈനാൻഷ്യലി ഇതായിരുന്നു, കണ്ടീഷൻ അങ്ങനെ ആയിരുന്നു. പ്രോസ്പെക്ടസ് മേടിക്കാൻ പോലും കാശുണ്ടായിരുന്നില്ല. 5 രൂപ ഉള്ളൊന്ന്. എങ്കിൽ കൂടി എന്നെ അവിടുത്തെ സംഘടനകൾ എന്നെ സഹായിച്ചു. കോളേജിൽ പോയി, ക്രിസ്ത്യൻ കോളേജിലായിരുന്നു പോയിരുന്ന. അഡ്മിഷൻ കിട്ടി. കഷ്ടിച്ച് 6 മാസമേ പോയിട്ടുള്ളൂ. പിന്നെ പറ്റിയില്ല. കാരണം ഒരു പ്രാക്ടിക്കൽ ബുക്ക് മേടിക്കാനുള്ള 18 രൂപ കയ്യിലുണ്ടായിരുന്നില്ല, അല്ല വീട്ടിലും ഉണ്ടായിരുന്നില്ല. അവിടെ വെച്ച് പഠനം നിർത്തിയതാണ് സത്യമായിട്ടും. പക്ഷെ വീട്ടുകാരോട് പറയാനും നാട്ടുകാരോട് പറയാനും മടി. ആ ഒരു കാര്യം, ഒരു ഫിസിക്സിൻ്റെ ഒരു പ്രാക്ടിക്കൽ ബുക്ക്. ഐ സ്റ്റിൽ റിമെമ്പർ ദ ഡേ. അതെന്നും ഓർമ്മിക്കുന്നു. പക്ഷേ അന്നത്തെ കാലഘട്ടത്തിലെ ആ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഒരുപാട് പ്രശ്നങ്ങളാണ് നമ്മളെ വിദ്യാഭ്യാസത്തിന് ഒരു വിലങ്ങുതടിയായിട്ട് നിന്നെങ്കിലും പക്ഷെ പഠിക്കുവാനും എല്ലാം ഒരു വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ കൂടെ പഠിച്ചു. ഒരുപാട് നല്ല കോളേജിൽ നിന്ന് അനുഭവങ്ങളിലൂടെ പഠിച്ചു. വലിയൊരു പാഠപുസ്തകമാണ് നമുക്ക് ഈ പ്രവാസ ജീവിതം. യെസ്, ഐ ആം നോട്ട് റിഗ്രറ്റിംഗ്. കാരണം അതിൽ എനിക്ക് വളരെയധികം വിജയങ്ങളുണ്ടായിട്ടുണ്ട്. ഞാൻ എത്തിപ്പിടിക്കാൻ പറ്റിയിട്ടുണ്ട്. എൻ്റെ അനുഭവങ്ങൾ പല ഏരിയയിലും ജോലി ചെയ്തിട്ട് ഉള്ളതുകൊണ്ട് ആ പരിചയങ്ങൾ എന്നെ വളരെയധികം സഹായിച്ചു. എത്രത്തോളമാണ് താങ്കളുടെ ജീവിതത്തിൽ ഉപ്പായും ഉമ്മായും സ്വാധീനിച്ചിട്ടുള്ളത്? വളരെയധികം. എൻ്റെ ഉമ്മ ഉപ്പയൊന്നും എന്നെ ഒരു പ്രാവശ്യം പോലും ഞങ്ങളെ അടിച്ചിട്ടില്ല. ഞങ്ങളെ എല്ലാ മക്കളും 10 മക്കളും അത്ര സ്നേഹം ഉണ്ടായിരുന്നു. ഇപ്പോഴും എല്ലാവരും നല്ല ഒരുമയിൽ തന്നാണ് ജീവിക്കുന്നത്. സഹോദരങ്ങൾ തമ്മിൽ നല്ലൊരു ബന്ധമാണ്, നല്ല യൂണിറ്റ്. അതാണ് മാതാപിതാക്കൾ ആഗ്രഹിച്ചതും തീർച്ചയായും അവർ നമുക്ക് പറഞ്ഞു തന്നതും. കാരണം സഹോദരങ്ങൾ തമ്മിലുള്ള ആ ബന്ധങ്ങളുടെ മൂല്യം ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ശരിക്കും ആ മൂല്യങ്ങളെ ഇന്നും ഒരു കുറവും വരാതെ മൂത്ത മകൻ എന്ന നിലയിൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ട് ഞങ്ങൾ നല്ലൊരു ടീം എന്നാണ്. അന്ന് വെച്ചാൽ കുടുംബം ഇപ്പോഴും എല്ലാവരും ഗെറ്റ് ടുഗദർ എപ്പോഴും ഉണ്ടാവും. പലരും പല സ്ഥലങ്ങളിലാണ് എന്നുള്ളതാണ്. എല്ലാ അധിക പേരും ഞങ്ങൾ ആ കോഴിക്കോട് ചുറ്റുപാടത്ത് തന്നതാണ്. കാരണം ആരും അധികം വിട്ടുപോയിട്ടില്ല. പിന്നെ ഗൾഫിലുള്ള ഒരു 2 അനിയന്മാരുണ്ട്, പിന്നെ ഒരു പെങ്ങളുണ്ട്, അത്രേ ഉള്ളൂ. ആ കുടുംബം. താമസം വെസ്റ്റ് ഹില്ലാണ്. ഞാൻ താമസം വെസ്റ്റിൽ ചുങ്കം ബീച്ചിൽ ഗാലക്സി അപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, അവിടെ താമസം. ഞാനും ഭാര്യയും. ഇവിടെ നിന്നാണ് വിവാഹം കഴിച്ചത്? എൻ്റെ ആദ്യത്തെ വിവാഹം കുറ്റിച്ചേർന്ന് എന്നായിരുന്നു. പന്നമ്പത്ത് എന്ന് പറയും. ആയിഷ. അവൾ എനിക്ക് 3 കുട്ടികളെ തന്നു, നല്ല കുട്ടികളെ തന്നു. അതിനുശേഷം അവൾ മരിച്ചതിന് ശേഷം 2003 പിന്നെ 2004 ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ അരീക്കോട് നിന്ന് കല്യാണം കഴിച്ചു. അതിലും എനിക്ക് 2 സ്കൂൾ ഗോയിങ് ചിൽഡ്രൻസ് ഉണ്ട്. 5 മക്കളാണ് ഇപ്പോൾ. 5 മക്കൾ. സന്തോഷമായൊരു കുടുംബജീവിതവും താങ്കളുടെ
ഒരു വിജയത്തിന് ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. തീർച്ചയായും എല്ലാവരും വളരെ കോപ്പറേറ്റീവായിരുന്നു. എൻ്റെ ഏത് ഇതിനും ആവശ്യങ്ങൾക്കും അവരെന്നായിരുന്നു എന്നെക്കാളും എൻ്റെ മുന്നിൽ. അതായിരുന്നു നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. കാരണം ഏതൊരു മനുഷ്യൻ്റെയും വിജയം എന്ന് പറയുന്നത് ഒരു ഫാമിലിയുടെ ബാക്ക് സപ്പോർട്ട്. ആ സപ്പോർട്ട് നമുക്ക് കിട്ടിയിരുന്നു. എപ്പോഴും കിട്ടിയിരുന്നു. 1976 ജൂലൈ മാസം, ഒരു അന്നത്തെ കാലം വളരെ ചൂടുള്ള കാലമാണ് ജൂലൈ. ഇപ്പോഴും അത് തന്നെയാണ്, ഹ്യൂമിഡിറ്റി ഒക്കെ ഉള്ള. തീർച്ചയായും ജൂലൈ 19. അതെ, അന്നാണ് ആദ്യമായിട്ട് ഗൾഫിലേക്ക് വരുന്നത്. കുവൈറ്റ് എയർവേസിൽ ബോംബെയിൽ നിന്ന് കയറി വരുന്നത്. ബോംബെയിൽ കുറേ നാൾ 19 ദിവസം അവിടെ നിൽക്കേണ്ടി വന്നു. അതിൽ 15 ദിവസം വിസ കിട്ടിയതിന് ശേഷം കുറച്ച് ദിവസം അവിടെ കുറച്ച് ദിവസം. ആദ്യം കപ്പലിനായിരുന്നു ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ കപ്പൽ വരും, അങ്ങനെ ഡിലേ ആയി. ഇന്ന് നാളെ എന്ന്. അപ്പോഴേക്കും എൻ്റെ വിസ തീരാറായി. അപ്പോൾ അന്ന് കപ്പലിന് 900 രൂപയായിരുന്നു ചാർജ്. അങ്ങനെ കുവൈറ്റ് എയർവേസിൻ്റെ അക്ബർ എന്ന കപ്പലിൽ കുവൈറ്റ് എയർവേസിനെ മാറ്റി ബുക്ക് ചെയ്തു. 500 രൂപ കൂടി വേണ്ടിയിരുന്നു. 1400. 500 രൂപ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അന്ന് അവിടുന്ന് ഒരുക്കിയത്. സത്യമായിട്ട് ആ 500 രൂപ ലാഭിക്കാനാണ് കപ്പലിൽ പോകാൻ തന്നെ ആദ്യം തീരുമാനിച്ചത്. ശരിക്കും ഒരു ഗൾഫിൽ വരണമെന്നൊരാഗ്രഹം മനസ്സിൽ തോന്നാനുണ്ടായ കാരണം എൻ്റെ അമ്മാവനാണ്. എൻ്റെ അമ്മാവൻ അന്ന് ഗൾഫിലുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം ലീവിന് വന്നപ്പം എൻ്റെ അമ്മാവൻ എന്നെ വിളിച്ചു പറഞ്ഞു, ഞങ്ങളെ കഷ്ടപ്പാട് കണ്ടിട്ടെന്നാണ് പുള്ളി പറഞ്ഞത്, നീ പാസ്പോർട്ട് എടുക്കുക, ഞാൻ വിസ അയച്ചുതരാം. അങ്ങനെ പാസ്പോർട്ട് എടുത്തു. പുള്ളി പെട്ടെന്ന്, അന്ന് ദുബൈയിലുണ്ടായിരുന്നു, പുള്ളി എനിക്ക് പെട്ടെന്ന് വിസ അയച്ചു. ദുബൈയിലാണ് വന്നത് കൂടി. ഞാൻ ആദ്യത്തെ 10 വർഷം റാസക്കമിലാണ് താമസിച്ചതും ജോലി ചെയ്തത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അത് എന്നെ വളരെയധികം എന്നെ സഹായിച്ചു. തീർച്ചയായും. ശരിക്കും നമ്മളൊരു ഇൻഡിവിജ്വലായിട്ടൊരു മോൾഡിങ് നടന്നത് റാസക്കമിൽ. എന്ത് ജോലിയായിരുന്നു തുടക്കം? അവിടെ തുടക്കത്തിൽ ഞാനൊരു ബിൽഡിംഗ് മെറ്റീരിയൽ ഷോപ്പിലായിരുന്നു, കോൺട്രാക്റ്റിംഗ് കമ്പനിയായിരുന്നു. അവിടുന്ന് കഴിഞ്ഞ് ഞാനൊരു ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിൽ മാറി. 8 വർഷം അവിടുന്നായിരുന്നു എൻ്റെ ഗ്രോത്തും എൻ്റെ ഇതും എനിക്ക് ഡെവലപ്പ് ചെയ്തത്. 9 വർഷക്കാലം അവിടുന്ന് ഞാൻ പിന്നെ ഗുഡ്സ് പ്രൊഡക്റ്റ് നോളജ് ഉള്ളതുകൊണ്ട് എനിക്ക് പർച്ചേസിലേക്ക് കിട്ടി. അക്കൗണ്ട്സിൽ ഞാൻ അസിസ്റ്റ് ചെയ്യാൻ പോയിരുന്നു, അക്കൗണ്ടിന്. അപ്പോൾ അവൻ നാട്ടിൽ പോകുമ്പോൾ എന്നെ പിടിച്ചിരിച്ചതാണ്. അപ്പോൾ അതും ഞാനായി. പിന്നെ പുള്ളിയെ വേറെ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അവർ എന്നോട് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ചെയ്യുന്ന ഇതുകൊണ്ടായേക്കാം. അപ്പോൾ അവിടുന്ന് പിരിയുമ്പോൾ അതിൻ്റെ ആക്ച്വലി ഇൻചാർജ് ആയിരുന്നു ഞാൻ. അവിടെ റിസൈൻ ചെയ്യാനുള്ള കാരണം? റിസൈൻ ചെയ്യാനുള്ള കാരണം ഒരു പുതിയ അഡ്മിനിസ്ട്രേഷൻ വന്നു, സീനിയർ മാനേജ്മെൻറ്റ്. അതിൽ എൻ്റെ ഉപ്പാക്ക് സുഖമില്ലായിരുന്നു. അപ്പം എനിക്ക് അർജൻറ്റായിട്ട് പോകേണ്ടിയിരുന്നു നാട്ടിൽ. അപ്പോൾ അവർ എനിക്ക് ലീവ് തന്നില്ല. ആക്ച്വലി ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് 2 വർഷത്തിൽ കൂടുതൽ. എന്നിട്ട് കൂടുതലും എനിക്ക് 10 ദിവസം ലീവ് വന്നില്ല. അങ്ങനെ ഉപ്പ മരിക്കാം. അപ്പം ഉപ്പാക്ക് എന്നെ കാണാനും പറ്റില്ല. ഉപ്പാക്ക് എന്നെ കാണാമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് ഉപ്പായെ കാണാനുണ്ടായിരുന്നു. ഇറ്റ് വാസ് ഇൻ 1985. പിന്നെ എനിക്ക് അതിനോട് എനിക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റിയില്ല എൻ്റെ ജോലിയോട്. അവിടെ ഞാൻ അങ്ങനെ വിട്ടു പോന്ന നാട്ടിൽ. അവിടെ നിന്ന് ഒരു 86 പോയി. 87 ഞാൻ ഇങ്ങോട്ട് വന്നു, ദുബായിക്ക് വന്നു. അല്ല എന്നെ അറിയുന്ന ഒരാളുണ്ടായിരുന്നു അന്ന്, എൻ്റെ ഡീലും ഞാൻ ചെയ്യുന്ന. അപ്പോൾ ആ പുള്ളിയുടെ ഒരു കമ്പനി ദുബായിലുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി എന്നെ ഇങ്ങോട്ട് വിസ അയച്ചു തന്നു, നല്ല പാക്കേജും തന്നു. ഞാൻ അവിടെ അതൊരു ഫ്രോസൺ മീറ്റ്, ഫ്രഷ് മീറ്റ്, ആ ഒരു കമ്പനിയിലായിരുന്നു. ഈ ഏരിയയിലേക്ക് കിടക്കുമ്പോൾ അന്ന് തന്നെ എനിക്ക് ആ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിൽ ഐ ഹാഡ് ദ പ്രോപ്പർ നോളജ് അബൌട്ട് ദ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ, എല്ലാ ഇതും ഉണ്ടായിരുന്നു. അപ്പോൾ ഇറ്റ് ഹെൽപ്പ് മീ എ ലോട്ട്. പിന്നെ ഫൈനാൻസും ഇതും അറിയായിരുന്നു, അതും പഠിച്ചു. അവിടെ നിന്നുകൊണ്ട് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്തപ്പോൾ അതെല്ലാം നല്ല ബാക്കപ്പായി. അങ്ങനെ ഇവിടെ വന്നു. ഞാൻ ഈ മാർക്കറ്റിലേക്ക്, ആക്ച്വലി എനിക്ക് ഈ മാർക്കറ്റിൽ ഏകദേശം 30 to 33 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ മാർക്കറ്റിലുണ്ട്. ഫ്രഷ് ഫുഡിൽ 21 വർഷമായിട്ടുള്ളൂ. അപ്പോൾ ശരിക്കും രണ്ടാമത് ദുബായിലേക്ക് വരുമ്പോൾ റാസക്കയുമായിട്ട് ദുബായിലേക്കാണ് നമ്മൾ എൻട്രി ചെയ്യുന്നത്. അതെ. അപ്പോൾ ഫ്രഷ് മീറ്റും ബാക്കിയുള്ള ആ ഒരു ഏരിയയിലാണ് നമ്മൾ കടന്നു ചെല്ലുന്നത്. എത്ര വർഷം അവിടെ വർക്ക്? അവിടെ 1 വർഷം എന്നുള്ളൂ. 1 വർഷം. പിന്നെ അപ്പോഴേക്കും എനിക്ക് ഇവിടുത്തെ ഒരു ഫ്രഷ് ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിളിലൊക്കെ എനിക്കൊരു ചാൻസ് കിട്ടി. അപ്പോൾ അവിടെ അപ്പോഴേക്കും എൻ്റെ ബോസിൻ്റെ ഒരു ബ്രദർ ഇൻ ലോ ഒക്കെ ഒരു ജോലി വേണ്ടിയിരുന്നു. അപ്പോൾ നമ്മൾ രണ്ടുപേരും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പുള്ളി അവിടെ ഇരുത്തി ഞാനിങ്ങോട്ട് മാർക്കറ്റിലേക്ക്. ആ ഒരു ടേണിംഗ് പോയിന്റ് അവിടെയാണ് തുടങ്ങുന്നത്. ഈ മാർക്കറ്റ്, ഈ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിളിൻ്റെ ഈ മാർക്കറ്റിൽ നിന്നാണ് എൻ്റെ ലൈഫിൻ്റെ ടേണിംഗ് പോയിന്റ്. ഈ അവീർ മാർക്കറ്റ് ഇപ്പോഴാണ് അവീറിലേക്ക് വരുന്നത്. അവീറിലേക്ക് 87 ഞാൻ എത്തിയിട്ടുണ്ട്. 87 അവീറായിരുന്നു. അവീറിൽ 1 വർഷം അവിടെ ജോലി എടുത്തിട്ട് 87, 88 തുടക്കമായിട്ടുണ്ടാവും ഞാനിവിടെ മാർക്കറ്റിൽ വരും.
പക്ഷേ ആ ഒരു തുടക്കകാലത്ത് ഇന്ന് കാണുന്ന ഫ്രഷ് ഫ്രൂട്ട്സ് കമ്പനിയുടെ ഒരു ഡെവലപ്മെൻറ്റ്സിൻ്റെ ഓരോ മേഖലയിലും ഇക്കാട ഒരു ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു ഉണ്ട്. കാരണം നമുക്ക് പഠിക്കാനും നമുക്ക് ഇത് ചെയ്യാനും അന്ന് മേഖലകളുണ്ടായിരുന്നു. മെയിൻലി നമ്മൾ ഓരോ സാധനം ഓരോ ഭാഗത്തുനിന്ന് കൊണ്ടുവരുമ്പോൾ കൊണ്ടുവരുമ്പം തന്നെ നമുക്ക് പുതിയ പുതിയ ഇത് അന്ന് അത്ര കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ അത്രമാത്രം ഇതുള്ള അതായത് ഒരു എന്ത് പറയാനാ നമുക്ക് വളരെ ഐ വാസ് ഇൻട്രസ്റ്റഡ്. ഒരു ത്രില്ലായിരുന്നു ഇങ്ങനെ ചെയ്യുന്നതിൽ ഒരു എക്സൈറ്റ്മെൻറ്റും ഒരു ത്രില്ല് ഞാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പലയിടത്തുനിന്നും എയറിന് ഇങ്ങനെ കൊണ്ടുവരുന്നത്. അമേരിക്കനൊക്കെ അന്ന് അമേരിക്കയിൽ നിന്ന് എയറിന് സാധനം കൊണ്ടുവരും. സ്ട്രോബെറീസ് ഇതല്ല ഞങ്ങളാണ് അന്ന് മേജറായിട്ട് ചെയ്തത്. ഇവിടെ വന്നിട്ട് നമ്മൾ ഹോൾസെയിലായിട്ടാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. ഹോൾസെയിലും റീറ്റെയിലും എല്ലാ സൂപ്പർ മാർക്കറ്റും ഞങ്ങളായിരുന്നു കവർ ചെയ്തത്. ഇവിടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് എയർ ഷിപ്മെൻറ്റിലാണ്. അതിൻ്റെ മാനേജറാണ്. അപ്പോൾ എയർ ഷിപ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു ഫ്രൂട്ട്സ് ഫ്രഷ് ആൻഡ് ഫ്രൂട്ട്സിൽ ഒരു മേജർ റോളാണ് കൈകാര്യം ചെയ്യുന്നത്. കാരണം മോസ്റ്റ്ലി ഫ്രൂട്ട്സ് എല്ലാം നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അത് കാരണം ഫ്രൂട്ട്സാണ് നമുക്ക് ദിവസം കഴിഞ്ഞ് പോയാൽ അത് കേടുവരാൻ സാധ്യതയുണ്ട്. വെജിറ്റബിളും ഉണ്ട് അതിൽ. എക്സോട്ടിക് വെജിറ്റബിൾ ഓൺലി യൂറോപ്യൻ, അമേരിക്കൻ, ഓസ്ട്രേലിയൻ വെജിറ്റബിൾ. അപ്പോൾ ശരിക്കും നമുക്ക് ആ ഒരു ഷിപ്മെൻറ്റിൻ്റെ ആ ഒരു മേജർ റോളിനെ കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഷിപ്മെൻറ്റ് അത് കൊണ്ടുവരുന്നത് മെയിൻലി എയറിനായതുകൊണ്ട് ഇതിന് ലൈഫ് കുറയും. പക്ഷേ നമുക്കൊരു മാക്സിമം മാച്ചുവേർഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് കിട്ടും. കാരണം സീ ഷിപ്മെൻ്റ് ആകുമ്പോൾ അവർ ഈ കുറച്ചുകൂടി ബാക്ക്വേർഡായിട്ട് ഷുഗർ കണ്ടൻസ് ബ്രിക്സ് ലെവൽ കുറവുള്ളതേ അവർ കയറ്റുള്ളൂ. കാരണം അത് ഓൾ ദ വേ ഇതിൽ നിൽക്കണം, യാത്രയിൽ നിൽക്കണം. സീവത്ത് കണ്ടെയ്നർ ആകുമ്പോൾ എയറിനാകുമ്പോൾ മാച്ചുവേർഡ് ഫ്രൂട്ട് കിട്ടും. അപ്പോൾ നമുക്ക് പിന്നെ അതിൻ്റെ സ്പെക്സ് അറിയാം, വെറൈറ്റീസ് അറിയാം, ഓരോ ഭാഗത്തുള്ള സദേൺ ഹെമിസ്ഫിയറും നോർത്തേൺ ഹെമിസ്ഫിയറും സമ്മർ ഫ്രൂട്ട് അറിയാം, വിൻ്റർ വെജിറ്റബിൾ, അങ്ങനെ എല്ലാ ഇതും നമുക്കറിയാവുന്നതുകൊണ്ട് നമുക്കറിയാം അത് എപ്പോൾ എന്ത് കൊണ്ടുവരണം എന്തുകൊണ്ട്. അപ്പം വി ഹാവ് എ പ്രോപ്പർ സപ്ലൈസ് വേൾഡ് വൈഡ്. അതും ആ ഓരോ ഏരിയയിലുള്ള ടോപ്പ് സപ്ലൈസാണ് നമുക്ക് എക്സ്ക്ലൂസീവായിട്ട്. വി ആർ വർക്കിംഗ് ആസ് എ പാർട്ണർഷിപ്പ് ബേസിസ് അവർക്കും. കാരണം ദെൻ ഓൺലി ഇറ്റ് വിൽ വർക്ക്. നമുക്ക് ഇതായിട്ടുള്ള ഫിക്സ് ആയിട്ടുള്ള സ്പേസ് ഉണ്ട്. അത് പ്രകാരം എപ്പോഴും ഡെയിലി വരും ഞങ്ങൾക്ക് എല്ലാ ഷിപ്മെൻറ്റും. നമുക്ക് മിനിമം 15 to 20 ഷിപ്മെൻറ്റ്സ് ഉണ്ട്. ഡെയിലി ഇറ്റ്സ് അറൗണ്ട് 50 to 60 tons ബ്രിങ്ങിങ് ബൈ എയർ. ആൻഡ് ഇതെല്ലാം ഇവിടെ പോകുന്നത് എല്ലാ മാക്സിമം റോയൽ പ്ലേസിലും ആണ് പോകുന്നത്. നമ്മൾ കടയിലും പോകും, കുറേ സൂപ്പർ മാർക്കറ്റിലും. മുമ്പെല്ലാം എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഞങ്ങളായിരുന്നു കൊടുത്തിരുന്നത്. ഇപ്പം സൂപ്പർ മാർക്കറ്റ് സ്റ്റാർട്ട് ദെയർ ഓൺ ഇമ്പോർട്ടിങ്. അവരെ ഗ്രോത്തും ഉണ്ട്. പക്ഷേ നമുക്കിപ്പോഴും നമ്മൾ ഷെയർ ഉണ്ട്, നമുക്കുള്ള സർട്ടൺ ഷെയർ ഉണ്ട്, അത് നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ കടയിൽ നിങ്ങൾക്ക് UAE ഏറ്റവും ബെസ്റ്റ് ഫ്രൂട്ട്സും ഏറ്റവും ഇതായിട്ടുള്ള എക്സോട്ടിക് ആയിട്ടുള്ള സലാഡ്സും വെജിറ്റബിളും കിട്ടത്തുള്ളൂ. ഞങ്ങൾ ലീഡിങ് ഫ്രഷ് ആൻഡ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് രംഗത്ത് ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന ഒരു കമ്പനി നമ്മുടെ കമ്പനി ലീഡ് ചെയ്യും. അതൊരു വളരെ പ്രൗഡ്ലി നമുക്ക് പറയാൻ പറ്റും, അഭിമാനത്തോടെ നമുക്ക് പറയാൻ പറ്റും. അല്ല നമുക്ക് കാരണം അത്രത്തോളം സ്പീഷ്യസ് ആയിട്ടുള്ള വെയർ ഹൗസ് ഉണ്ട്. അതാണ് നമ്മുടെ വെയർ ഹൗസ് ഫെസിലിറ്റി നല്ലുണ്ട്, പാർക്കിംഗ് ഫെസിലിറ്റി ഉണ്ട്. 44,000 സ്ക്വയർ മീറ്റർ. അത് നമ്മുടെ മെയിൻ സ്റ്റോറിൽ അതൊരു പക്ഷേ മറ്റുള്ള കമ്പനിക്ക് പോലും അവകാശമില്ല. അത്രയും വലിയൊരു സ്പേഷ്യസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഓരോ സ്റ്റോറേജിലും നമുക്ക് ഒരു ടെമ്പറേച്ചർ ഉണ്ടാവും. ടെമ്പറേച്ചർ അത് ഓരോ ഫ്രൂട്ട്സിനും ഓരോ ഡിഫറെൻ്റ് ആയിട്ട്. അതിൻ്റെ ഒരു ടെമ്പറേച്ചർ ബേസ് ചെയ്യുന്നത് എങ്ങനെയാണ്? അത് നമുക്കത് അതിൻ്റെ ഓരോന്ന് സെറ്റപ്പ് ഇത് വെച്ചിട്ടുണ്ട്. അതിൽ ഓറഞ്ച് സ്റ്റോർ ചെയ്യേണ്ടത്, ആപ്പിൾ സ്റ്റോർ ചെയ്യേണ്ടത്, ബനാന സ്റ്റോർ ചെയ്യേണ്ടത്, ബനാന റൈപ്പനിങ് റൂമുണ്ട്. അതൊരു മാസീവ് ഏരിയ ആണ്. പല രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ആ ഫ്രൂട്ട്സിന് പോലും ടെമ്പറേച്ചർ ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ബ്രസീലിൽ നിന്ന് വരുന്നത് അല്ല, അതിന് അങ്ങനെയല്ല. ആപ്പിളിന് ഒരു അതിൻ്റേതായതെന്നുള്ളൂ. ഓറഞ്ചസ് അതിനെല്ലാം അതിൻ്റേതായ. പിന്നെ സ്ട്രോബെറീസ്, മറ്റുള്ള പീച്ചസ്, നെക്ടിന്, മറ്റുള്ള സ്റ്റോൺ ഫ്രൂട്ട്സ് എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇതുണ്ട്. എമ്പാടും ധാരാളം എക്സോട്ടിക്. കാരണം മറ്റുള്ള ഷോപ്പുകളിൽ പോലും കിട്ടാത്ത പല ഫ്രൂട്ട്സും ഈ ഇവിടെ ഫ്രഷ് ആൻഡ് ഫ്രൂട്ട്സ് കമ്പനിയിൽ അവൈലബിൾ ആണ്. ഉണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത്? ഞങ്ങൾക്ക് ഇന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഓർഡർ ചെയ്താൽ എനിക്ക് നാളെ രാത്രി ഇവിടെ സാധനം എത്തും. അത്ര നമുക്ക് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. ഓസ്ട്രേലിയയിൽ ഞാനിപ്പോൾ വിളിച്ച് പറഞ്ഞാൽ ഇപ്പം ഞാൻ കോൺടാക്ട് ചെയ്താൽ എനിക്ക് എന്താ സാധനം ഉണ്ടെന്ന് വെച്ചാൽ രാവിലത്തെ അവരെ
ഫ്ലൈറ്റിന് അങ്ങോട്ട് വിട്ടാൽ നാളെ രാത്രി ഇവിടെ എത്തും. 24 hours മതി എനിക്ക് അവിടുന്ന് സാധനം അറേഞ്ച് ചെയ്യാം. ഇത്രയും വിശ്വാസത്തോടെ പറയാൻ കാരണം സപ്ലൈസുമായിട്ടുള്ള നല്ല നമ്മളെ ടൈപ്പാണ്. ആ ഒരു ക്രെഡിബിലിറ്റി എത്രത്തോളമാണ് ബിസിനസ്സിൻ്റെ ഡെവലപ്മെൻറ്റ്സിനെ സഹായിച്ചിട്ടുള്ളത്? തീർച്ചയായും അതെന്നെ സഹായിച്ചിട്ടുള്ളൂ. കാരണം നമ്മളിങ്ങനെ നമ്മുടെ സപ്ലൈസായിട്ടുള്ള നമ്മളെ ടൈപ്പ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മളെ റിലേഷനുണ്ട്, നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുമ്പോൾ ഇതിനൊരു ഡിസ്പ്യൂട്ടില്ല. വല്ല ക്ലെയിംസും ഉണ്ടെങ്കിൽ തന്നെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അങ്ങ് തീരും. അതൊരു ഡിസ്പ്യൂട്ട് ഇല്ലാത്തതുകൊണ്ട് മറ്റുള്ള ആളുകൾ ഇവിടുന്ന് അവരെ ആശ്രയിക്കും. ചിലപ്പോൾ കൊട്ടേഷൻ ചോദിക്കും, സപ്ലൈ ചോദിക്കും, അവർ കൊടുക്കില്ല. ദേ ആർ സ്റ്റിൽ ഹാപ്പി വിത്ത് അസ്. ചിലപ്പോൾ ഒരു മാർക്കറ്റിൽ നിന്ന് സിഡ്നി മാർക്കറ്റിൽ തന്നെ ഞങ്ങൾ 2 പേരോട് ചെയ്യുന്നുണ്ടെങ്കിൽ 2 പേരും ഞങ്ങൾക്ക് എക്സ്ക്ലൂസീവായിട്ടാണ് തരുന്നത്. കാരണം ഈവൻ വി ആർ മീറ്റിംഗ് ഓൾ ദെയർ ഡിമാൻഡ്സ്. അത്രമാത്രം നമ്മുടെ റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ദേ ആർ ഹാപ്പി വിത്ത് അസ്. അത് ആ റിക്വയർമെൻറ്റ്സിനനുസരിച്ചാണ് നമ്മൾ ഓർഡർ ചെയ്യുന്നത്. ആ റിക്വയർമെൻറ്റ്സ് ഞങ്ങൾ ഓർഡർ ചെയ്യും. ഞങ്ങൾക്കറിയാം അതിൻ്റെ ചാനൽ എങ്ങനെ ഡിസ്പോസ് ചെയ്യണം എന്നുള്ള ഒരു വലിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. കാരണം ഈ 34 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് എത്രത്തോളം താങ്കളെ ഈ ഒരു ബിസിനസ്സിൻ്റെ ഡെവലപ്മെൻറ്റ്സിന് സഹായിച്ചിട്ടുണ്ട്? വളരെയധികം. കാരണം അന്ന് തൊട്ട് ഡീൽ ചെയ്യുന്ന എൻ്റെ കസ്റ്റമേഴ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ എൻ്റെ ടീം, നല്ലൊരു ടീം എനിക്കുണ്ട്. അവരെല്ലാം ഫോളോ അപ്പ് ചെയ്യുന്നു. എനിക്ക് ചിലപ്പോൾ ഈ ബിസിനസ്സിൽ നമുക്കൊരു ക്രൈസിസ് മാനേജ്മെൻ്റ് ഉണ്ട്. സാധനം ചിലപ്പോൾ പെരിഷബിളാണ്, ലൈഫ് 2 ദിവസം 3 ദിവസമേ ഉള്ളൂ. ആ ദിവസം കൊണ്ട് അത് ഡിസ്പോസ് ചെയ്യാൻ പറ്റില്ലാണ്ടെങ്കിൽ കേടാവുമ്പോൾ ഇത് ഞങ്ങളെ തിന്നാൻ തുടങ്ങും. ഹിന്ദിയിലുണ്ട് ഒരു ഇത് ഇങ്ങനെ, ഇത് ഫ്രൂട്ട്സ് എന്ന് വെച്ചാൽ തും ആജ് ഖാന പടുത്ത ഫൽ ഇന്ന് തന്നെ തിന്നണം, അല്ലെങ്കിൽ നാളെ അത് നിന്നെ തിന്നും എന്നുള്ളൊരു പഴഞ്ചൊല്ലുണ്ട്. അതായത് അല്ലെങ്കിൽ ഞങ്ങളെ കാശ് പോകും, അത് തിന്നണമെന്ന് തിന്നാൻ നാളെ ക്രൈസിസ് മാനേജ്മെന്റ് ആണ് ഇതിലുള്ള പ്രശ്നം. ആ ഒരു ടീം വലിയൊരു സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ക്രൈസിസ് മാനേജ്മെന്റ് ടീം എന്ന് പറയുന്നത്. അതാണ് ഇതിൽ. കാരണം ഫ്രൂട്ട്സിൽ പ്രത്യേകമായിട്ട് ഉണ്ടാകുന്ന ഒരു വിഷയം അതാണ്. മറ്റേത് ആർക്കും എത്രയും മേടിക്കാൻ പറ്റും, പക്ഷെ അത് വിൽക്കാന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ഇവിടെ ഡേ ആയിരിക്കുമ്പോൾ അവിടെ നൈറ്റ് ആയിരിക്കും. അങ്ങനെയുള്ള ഇത് ഈ ഒരു ജോലിയിലുള്ള മറ്റൊരു നിങ്ങൾ ആ പറഞ്ഞത് നല്ല പോയിന്റാണ്. അപ്പോൾ ഈ ഒരു ഡിഫറെൻറ്റ് ടൈം സോൺസാണ്. നമുക്ക് ഏത് സമയത്തും നമ്മൾ അറ്റൻഡ് ചെയ്യണം, അലർട്ടായിരിക്കണം. എസ്പെഷ്യലി ഇപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റും വാട്സപ്പും എല്ലാം ഉള്ളതുകൊണ്ട് കൂടി എപ്പോഴും നമ്മൾ അലർട്ടായിരിക്കും അതിന്. കാരണം കട്ട് ഓഫ് ടൈം ഉണ്ട്, ഫ്ലൈറ്റിന് കൊടുക്കുന്നതുകൊണ്ട് ഓരോന്നിനും കട്ട് ഓഫ് ടൈം ഉണ്ട്. അത് നമുക്കറിയാം. പിന്നെ അവർ പറയുന്നതുകൊണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ഡിസൈഡ് ചെയ്ത് പോകണം, എത്ര വേണോ അത് വേണം. അപ്പോൾ അത് പ്രകാരം വർക്ക് ടൈം ബോണ്ടില്ലാതെ നമ്മൾ എപ്പോഴും അലർട്ടായിരിക്കേണ്ട ഒരു മേഖലയാണ്. അപ്പോൾ എപ്പോഴും അതൊരു എംപ്ലോയീസിൻ്റെ ഒരു വലിയ സപ്പോർട്ടും കൂടി തീർച്ചയായും ഒരു മേഖലയിൽ അത്യാവശ്യമാണ്. എത്രത്തോളമാണ് എംപ്ലോയീസും? അവരെല്ലാം നല്ലവണ്ണം ഡെഡിക്കേറ്റഡാണ്, എല്ലാ എൻ്റെ എംപ്ലോയീസും. കാരണം അവർക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയാം. ഒരു 5 മിനിറ്റ് വൈകിയാൽ ഒരു ഓർഡർ മിസ്സാവും, അല്ലെങ്കിൽ വണ്ടി മിസ്സാവും. അത് പല ഇതുമുണ്ട്. എല്ലാവരും വെൽ ട്രെയിൻഡാണ്, വളരെ സപ്പോർട്ടീവാണ്. അവരെല്ലാം വളരെ ഡെഡിക്കേറ്റഡ്. ഇപ്പോൾ ഇന്ന് ഒരുപാട് നമുക്ക് അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. ലോകത്തെ മൊത്തം നമുക്ക് ഒരു വിരൽ തുമ്പിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ നമ്മുടെ മുമ്പിലുണ്ട്. ഇതൊന്നും ഇല്ലാത്ത ഒരു ലോകത്തിലേക്ക് ആദ്യമായിട്ട് വന്ന ഒരാളാണ് താങ്കൾ. ആ കാലഘട്ടത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന ഒരു മാറ്റം ഉണ്ടല്ലോ, അതെങ്ങനെ നോക്കിക്കാണും? അത് എനിക്ക് വളരെയധികം അത് ആസ്വദിക്കുന്ന ആൾ ഞാനാണ്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഒരു ഹൈപ്പർ മാർക്കറ്റ് ജോലി ചെയ്യുമ്പോൾ അന്ന് ടെലക്സ് ആയിരുന്നു ഉപയോഗിച്ചത്. അത് കഴിഞ്ഞിട്ട് കണ്ടുപിടിച്ചാണ് ഫാക്സ് വന്നത്. അപ്പോൾ അന്നിങ്ങനെ പറയുമായിരുന്നു, ഇവിടുന്ന് ഒരു പിക്ചർ ഇട്ടാൽ ഒരു എഴുത്തിട്ടാൽ അവിടെ അപ്പം തന്നെ കിട്ടും. അൺബിലീവബിൾ ആയിരുന്നു അതിങ്ങനെ കേൾക്കുമ്പോൾ. പിന്നെ ഫാക്സ് അവിടെ വെച്ചു, അത് യൂസ് ചെയ്തപ്പോഴാണ് അതിൻ്റെ ഇതറിയുന്നത്. പിന്നീടാണ് മൊബൈൽ ഫോണോ കാര്യങ്ങളും ഇൻ്റർനെറ്റും, പിന്നെ ഇൻ്റർനെറ്റും ഇതും എല്ലാം വന്നതിന് ശേഷം കൂടുതലായിട്ട് വന്ന വാട്സപ്പാണ് ബിസിനസ്സിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞുപോയ 44 വർഷത്തെ പ്രവാസ ജീവിതം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കലയിൽക്കാർക്ക് ഇപ്പോൾ എന്താണ് തോന്നുന്നത്? ഞാൻ വളരെയധികം ഹാപ്പിയാണ്. നോ റിഗ്രറ്റ്സ്? നോ റിഗ്രറ്റ്സ്. സ്റ്റിൽ ഐ വാണ്ട് ടു കണ്ടിന്യൂ. ഈ രാജ്യവും ഇവിടുത്തെ ഭരണാധികാരികളും ഇവിടുത്തെ സ്വദേശികളും താങ്കളുടെ ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനിച്ചു? വളരെയധികം എന്ന് വെച്ചാൽ അവരുടെ ആ ഒരു ഇത്രയധികം ലിബറലായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുന്നതെന്ന് അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് അവരുടെ വിഷൻ അറിയാം. അല്ലെങ്കിൽ ഇത്ര ഫ്രീ ആയിട്ട് ആ കാലത്തും ഈ കാലത്തും പല ഗൾഫ് രാജ്യങ്ങളിലും നമുക്ക് UAE ജീവിക്കുന്ന മാതിരി ജീവിക്കാൻ പറ്റിയിട്ടില്ല. 44 വർഷം കണ്ണടച്ച് തുറക്കുമ്പോൾ അങ്ങ് പോയി. ഒരു റിട്ടയർമെൻറ്റ് ചിന്തിക്കാറുണ്ട്?
റിട്ടയർമെൻറ്റ് എന്ന് വെച്ചാൽ എനിക്ക് റിട്ടയർമെൻറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് ഇവിടുന്ന് ലീവ്, എൻ്റെ കമ്പനി എനിക്ക് ലീവ് എപ്പോഴും തരും. എനിക്കെപ്പോൾ വേണമെങ്കിലും പോവാം, എപ്പോൾ വേണമെങ്കിലും വരാം. ഞാനായിട്ടുള്ള ഡീൽ ഇപ്പോൾ അതെ അത്രേ ഉള്ളൂ ഈ അടുത്തായിട്ട്. അപ്പോൾ ഞാൻ ഒരു റിട്ടയർമെൻറ്റ് ചോദിച്ചപ്പോൾ ദേ ആസ്ക് മീ പൊക്കോളൂ, ഡോണ്ട് ക്യാൻസൽ ചെയ്യേണ്ട വിസ, പോകാൻ പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്ക് ഒരു 60-40 ചെയ്യുന്നു. മാനേജ്മെൻറ്റുമായിട്ടുള്ളൊരു നല്ല വിശ്വാസം, ആ ഒരു ഉത്തരവാദിത്വം ഒരു പൂർണ്ണതയോടുകൂടി കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത് തന്നെയാണ് താങ്കളുടെ മേലുള്ള വിശ്വാസം മാനേജ്മെൻറ്റ് നമുക്ക് തരുന്നത്. എൻ്റെ ചെയർമാനും എൻ്റെ CEO എല്ലാം യെസ്. ബാക്കിയുള്ള സബോർഡിനേറ്റേഴ്സ് എല്ലാവരുടെയും ഒരു വലിയ സപ്പോർട്ട് ഇവിടെ കിട്ടുന്നു. ഒരു വലിയൊരു ഫേമിൽ അതിൻ്റെ ഒരു ഷിപ്മെൻറ്റിൻ്റെ മേലാധികാരിയായി നിന്നുകൊണ്ട് ചെയ്യാൻ കിട്ടിയൊരു ഭാഗ്യം. താങ്ക്സ് ടു ഹൂം? താങ്ക്സ് ടു അല്ലാഹ്. ഒരു സക്സസ്ഫുൾ ബിസിനസ്മാൻ അല്ലെങ്കിൽ ഒരു മേഖലയിൽ നിന്ന് സക്സസ് ആവാൻ ഇന്നത്തെ ചെറുപ്പക്കാർക്ക് ഇൻ യുവർ എക്സ്പീരിയൻസ് എന്തായിരിക്കും അഡ്വൈസ് ചെയ്യാൻ പോകുന്നത്? ഹാർഡ് വർക്ക്, ഡെഡിക്കേഷൻ ആൻഡ് ലോയൽറ്റി. ഇത് മൂന്നും തീർച്ചയായും വേണം, കൈവിടാതിരിക്കുക. ഇത് ഉള്ളതുണ്ടെങ്കിൽ തന്നെ ഉള്ളൂ അവർക്ക് സക്സസ് ആവാൻ പറ്റുള്ളൂ. എക്സ്പീരിയൻസ് നമ്മൾ എത്രത്തോളം ബിസിനസ്സിന് ഡെവലപ്പ് ചെയ്യാൻ കഴിയും? ഓഫ് കോഴ്സ് ഇറ്റ് വിൽ ഹെൽപ്പ്. കാരണം ഒന്നാമത് നമ്മുടെ അറിയുന്ന കമ്പനി പേരറിയുന്നവരും ഇതെല്ലാം ഉണ്ട്, പക്ഷെ നമ്മുടെ പ്രൊഡക്ട്സിനെ പറ്റി പൂർണ്ണമായിട്ട് അറിയുന്നവരില്ല. നമ്മുടെ പ്രൊഡക്ട്സിന് അറിയുന്ന ആളുകൾ നമുക്കിവിടെ റീറ്റെയിൽ സെയിലുണ്ട്. ഞങ്ങൾ കടയിൽ തന്നെ നമ്മുടെ ഇരിക്കുന്ന നല്ല കച്ചവടം. ഇവിടുത്തെ റോയൽ അറബ്സ് ഹൗസ് വൈഫ്സും ഇവിടെ വന്നിട്ട് എത്രയോ സാധനം മേടിക്കുന്നുണ്ട്. അവർക്കറിയാം നമ്മുടെ അടുത്ത് കിട്ടുന്ന സാധനം, അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ അവൈലബിലിറ്റി ഇവിടെ കിട്ടാൻ ഞങ്ങളടുത്ത് കിട്ടും. ഈ മാർക്കറ്റിൽ ഇവിടെ വന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും സാധനം ഏതെങ്കിലും കടയിൽ ചോദിച്ചാൽ അവർ നേരെ വീട്ടിൽ ഫ്രഷ് ഫുഡ് പോയി മേടിച്ചോളുന്നതാണ്. ഫ്രഷ് ഫുഡിൽ ഞങ്ങളെ കടൻ്റെ പേര് പറഞ്ഞോളൂ ആര് വന്നാലും. ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്. നമ്മളൊരു സൊസൈറ്റിയിൽ നിന്നാണ് ഏൺ ചെയ്യുന്നത്. വി ഹാവ് ടു ഗീവ് ബാക്ക് ടു സൊസൈറ്റി. ശരിക്കും ആ സൊസൈറ്റി എന്ന് പറയുക, ആ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് എത്രത്തോളം വേണം? ആസ് എ ഒരു ബിസിനസ് രംഗത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു ബിസിനസ് സക്സീഡായി മുന്നോട്ട് കൊണ്ടുപോയ ഒരാളെന്ന നിലയിൽ താങ്കൾ കാണുന്ന കാഴ്ചപ്പാട് ഏതാണ്? ഇപ്പോൾ നമ്മുടെ കമ്പനി തന്നെ ഇറ്റ് ഈസ് മോർ ദൻ ടോട്ടലി 800 പീപ്പിൾ വർക്കിംഗ്. എൻ്റെ കീഴിൽ തന്നെ ഒരു 170 പീപ്പിൾ എയർ ഷിപ്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കുറേ പേരെ ഞാൻ നാട്ടിൽ നിന്ന് ജോലിക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കുറേ പേര് മോർ ദൻ 100 എനിക്കറിയാം. അവരെ ഞാൻ ആ നാട്ടിൽ നിന്ന് തിരഞ്ഞെടുത്ത് തന്നെ പാവപ്പെട്ട കുടുംബം. അവരായിരിക്കും ആ കുടുംബത്തെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവുക. അങ്ങനത്തെ ഒരു രീതിയിലുള്ള ആളുകളെ ഞാൻ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളൂ. വേർ ഐ ക്യാൻ എക്സ്പെക്റ്റ് ദ ഹാർഡ് വർക്ക്, അവർ ഡെഡിക്കേഷൻ. നോട്ട് ഓൺലി ദാറ്റ്, അവരുടെ വീട്ടിൽ അടുപ്പിൽ തീ പുകയുന്നു, അതും ഐ മേക്ക് ഷുവർ. ഈവൻ അവരുടെ കുടുംബത്തെ ഞാൻ ഇവിടുന്നും ഇത് ചെയ്യാറുണ്ട്. വീട്ടിൽ കാശ് അയക്കുന്നുണ്ടോ ഇത് അയക്കുന്നുണ്ട്. അപ്പോൾ അത്രയും കുടുംബങ്ങൾ ഇതിനെക്കൊണ്ട് കഴിഞ്ഞു പോകുമ്പോൾ ഇതിനെപ്പോഴും ഈ കമ്പനിക്ക് തന്നെ അതിൻ്റെ റിട്ടേൺ ഹി വിൽ ഗിവ്. മുന്നോട്ടുള്ള യാത്രയിലും ഒരുപാട് നന്മകൾ പടച്ച തമ്പുരാൻ നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. വളരെ സന്തോഷം. തിരക്കേറിയ സമയത്തും ഞങ്ങൾക്ക് വേണ്ടി താങ്ക് യു വെരി മച്ച്. തീർച്ചയായും മുന്നോട്ടുള്ള യാത്രയിൽ പടച്ച തമ്പുരാൻ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എല്ലാവിധ നന്മകളും, അദ്ദേഹത്തിന് ദീർഘായുസ്സും മനസ്സുഖവും ശരീരസുഖവും നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഞാൻ തൽക്കാലം വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം.